അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. സഅദ് ബിൻ മുആദിനെ പോലെ തന്നെ സഅദ് ബിൻ ഉബാദയും മദീനയിലെ നേതാവായിരുന്നു. സഅദ് ബിൻ മുആദ് ഔസ് ഗോത്രത്തിൻ്റെയും സഅദ് ബിൻ ഉബാദ ഖസ്റജ് ഗോത്രത്തിൻ്റെയും നേതാവായിരുന്നു. ജാഹിലിയ കാലത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗോത്ര കലഹം നിലവിലുണ്ടായിരുന്ന മദീനയിലെ രണ്ട് ഗോത്രങ്ങളായിരുന്നു ഔസ് ഗോത്രവും ഖസ്റജ് ഗോത്രവും. സഅദ് റളിയല്ലാഹുവിന് നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിച്ചു. രണ്ടാം അഖബ ഉടമ്പടിയിൽ അദ്ദേഹം സന്നിഹിതനായിരുന്നു. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുസരണയുള്ള ഒരു പടയാളിയും അനുയായിയുമായി അദ്ദേഹം ജീവിതം നയിച്ചു. അൻസാരികളിൽ നിന്ന് മക്ക മുശ്രിക്കുകളുടെ അക്രമത്തിന് വിധേയനായ ഏക വ്യക്തി സഅദ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറയപ്പെടുന്നു. മക്ക നിവാസികളായ മുസ്ലിങ്ങളെ ഖുറൈശികൾ നിർദ്ദയം ആക്രമിച്ചു കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരന്മാരും മദീനക്കാരുമായി സമ്പർക്കം പുലർത്തുന്നതും അവിടുത്തുകാർ ഇസ്ലാമിന് രഹസ്യമായ സഹായങ്ങൾ നൽകുന്നതും മണത്തറിഞ്ഞ ഖുറൈശികൾ സ്വാഭാവികമായും മദീന നിവാസികളോട് പകയും വിദ്വേഷവും ഉള്ളവരായിത്തീർന്നു. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു ഉൾക്കൊള്ളുന്ന ഒരു യാത്രാ സംഘത്തെ മുശ്രിക്കുകൾ പിന്തുടർന്നു. അവർക്ക് സഅദിനെ പിടികിട്ടി. അദ്ദേഹത്തെ വാഹനത്തിൽ നിന്നിറക്കി കൈ രണ്ടും പിന്നോട്ട് ബന്ധിച്ച് മക്കയിലേക്ക് കൊണ്ടുവന്നു മതിയാവോളം ആക്രമിച്ചു. മാന്യനും ജനസമ്മതനുമായ ഒരു അന്യദേശത്തുകാരനെ നിർദ്ദയം ആക്രമിക്കാൻ മാത്രം ക്രൂരമായിരുന്നു ഇസ്ലാമിനെതിരെയുള്ള അവരുടെ വിദ്വേഷം. പ്രസ്തുത സംഭവത്തെക്കുറിച്ച് സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അവരുടെ ബന്ധനത്തിലിരിക്കെ ഒരു സംഘം ആളുകൾ അവിടെ വന്നെത്തി. സുന്ദരനും മാന്യനുമായ ഒരു വ്യക്തിയുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. അദ്ദേഹം എന്നോട് ദയാപുരസ്സരം പെരുമാറുമെന്ന് ഞാൻ ഊഹിച്ചു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. അയാൾ ഓടി വന്ന് എന്നെ ശക്തിയായി പ്രഹരിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി അവരെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷ അസ്ഥാനത്തായി. എങ്കിലും അല്പം ദയയുള്ള മറ്റൊരാൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഖുറൈശികളിൽപ്പെട്ട ആർക്കെങ്കിലും പണ്ട് വല്ല സഹായവും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, അതെ. ജുബൈർ ബിൻ മുതീമിനെ ഒരു പറ്റം തെമ്മാടികൾ എൻ്റെ നാട്ടിൽ വെച്ച് ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ഞാൻ സംരക്ഷണം നൽകിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരിക്കൽ ഹാരിസ് ബിൻ ഹർബിനും ഞാൻ സംരക്ഷണം നൽകിയിരുന്നു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം എന്നോട് അവരുടെ പേര് വിളിച്ച് ഉച്ചത്തിൽ കരയാൻ നിർദ്ദേശിച്ചു. ഞാൻ അങ്ങനെ ചെയ്തു. അദ്ദേഹം നേരിട്ട് പോയി ജുബൈറിനോടും ഹാരിസിനോടും സംഭവം പറഞ്ഞു. ഹാരിസും ജുബൈറും ഓടിയെത്തി എന്നെ അക്രമികളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും മദീനയിൽ അഭയം പ്രാപിച്ചു. സഅദ് മുഹാജിറുകളുടെ സംരക്ഷണത്തിന് വേണ്ടി തൻ്റെ ധനം നിർലോഭം ചിലവഴിച്ചു കൊണ്ടിരുന്നു.
സയദിൻ്റെ പരമ്പരാഗതമായ ഒരു സ്വഭാവവിശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ധർമ്മം. ജാഹിലിയ കാലത്ത് കീർത്തി നേടിയ ധർമ്മിഷ്ഠനായ ദുലൈബിനു ഹാരിസ് അദ്ദേഹത്തിൻ്റെ പിതാമഹനായിരുന്നു. ഓരോ അൻസാരികളും 1, 2, 3 മുഹാജിറുകളെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ച് ഭക്ഷണ സൗകര്യങ്ങൾ നിർവഹിച്ചു കൊടുത്തപ്പോൾ 80 മുഹാജിറുകളെയാണ് സഅദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ക്ഷണിച്ചത്. അദ്ദേഹം എപ്പോഴും സാമ്പത്തിക സമൃദ്ധിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു: നാഥാ, നിന്റെ കരുണയും അനുഗ്രഹവും നീ സഅദിൻ്റെ കുടുംബത്തിന് വർഷിക്കണമേ. ഇസ്ലാമിക സേവനത്തിൽ തൻ്റെ സമ്പത്ത് മാത്രമല്ല ദേഹശക്തിയും കഴിവും അദ്ദേഹം വ്യയം ചെയ്തു. ഉന്നം പിഴക്കാത്ത ഒരമ്പെയ്ത്ത് വിദഗ്ധനായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും തൻ്റെ വൈഭവം അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ ഘട്ടത്തിലും 2 പതാകവാഹകരുണ്ടായിരുന്നു. മുഹാജിറുകളുടേത് അലി റളിയല്ലാഹു അൻഹുവും അൻസാരികളുടേത് സഅദ് റളിയല്ലാഹു അൻഹുവുമാണ്. സത്യമെന്ന് തോന്നുന്നത് വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവക്കാരനായിരുന്നു സഅദ്. മക്ക വിജയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഭാഗം സൈന്യത്തിൻ്റെ നേതൃത്വം സഅദിനെ ഏൽപ്പിച്ചു. അദ്ദേഹം പുണ്യഭൂമിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു: ഇന്ന് ഘോര സമരത്തിൻ്റെ ദിനമാണ്. ഇന്ന് പവിത്രത അപഹരിക്കപ്പെടുന്ന ദിനമാണ്. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഓടിയെത്തി പറഞ്ഞു: നബിയെ, സഅദ് വിളിച്ചു പറയുന്നത് കേട്ടില്ലേ? ഖുറൈശികളുടെ മേൽ അദ്ദേഹത്തിന് അധീശാധികാരം ലഭിക്കുന്നതിൽ ഞങ്ങൾക്ക് ഭയമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആഗ്രഹമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ സഅദിൻ്റെ അടുത്തേക്ക് അയച്ചു. അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്ന പതാക വാങ്ങി തൽസ്ഥാനം ഏറ്റെടുക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇസ്ലാമിനെതിരെ അക്കാലം അത്രയും ഖുറൈശികൾ അനുവർത്തിച്ച ക്രൂരവും കിരാതവുമായ മർദ്ദനത്തിൻ്റെ പാടുകൾ സ്വന്തം ശരീരത്തിൽ നിന്ന് പോലും മാഞ്ഞു പോയിട്ടില്ലാത്ത ആ ജേതാക്കൾ ഒരു വേള അവരുടെ തിരിച്ചുവരവിൻ്റെ ഘട്ടത്തിൽ പ്രതികാരത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിൽ അതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അൻസാരികൾ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിപുരുഷനായി അൻസാരികളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. ഐഹികവും പാരത്രികവുമായ ഉന്നതിയുള്ള ആ പദവി തങ്ങളിൽ നിന്ന് ഒരാൾക്ക് ലഭിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗശയ്യയിൽ വെച്ച് നിസ്കാരത്തിൻ്റെ നേതൃത്വം ഏൽപ്പിച്ചതും ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഗമിച്ച ഏക സഹചാരി എന്ന പദവി ലഭിച്ചതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. പ്രസ്തുത മഹാത്മ്യങ്ങൾ കണക്കിലെടുത്ത് ബഹുഭൂരിഭാഗം സ്വഹാബിമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി അംഗീകരിച്ചു. സഅദ് അടക്കമുള്ള അൻസാരികൾ പിന്നീട് ഏകകണ്ഠമായി ആ തീരുമാനം അംഗീകരിക്കുകയാണുണ്ടായത്. മുസ്ലിങ്ങൾ ഹുനൈൻ യുദ്ധത്തിൽ വിജയം വരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധാർജിത സമ്പത്തിൻ്റെ വിതരണത്തിൽ ഒരു പുതിയ മാനദണ്ഡം സ്വീകരിച്ചു. ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്ത പൂർവ്വ മുസ്ലിങ്ങൾക്ക് മുൻഗണന നൽകുന്നതിന് പകരം പൊതുവിശ്വാസികളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിച്ചത്. ഇസ്ലാമിൽ അടിയുറച്ച പഴക്കം ചെന്ന സൈനികർക്ക് വിതരണത്തിൽ ഒരു പരിഗണനയും നൽകപ്പെട്ടില്ല. ഈ സംഭവം അൻസാരികൾക്കിടയിൽ സംസാര വിഷയമായി. സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്ന് ഇങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞു: നബിയെ, അങ്ങ് യുദ്ധാർജിത സമ്പത്ത് വിതരണം ചെയ്തത് സംബന്ധിച്ച് അൻസാരികളിൽ അസംതൃപ്തിയുണ്ട്. താങ്കൾ അൻസാരികളെ അവഗണിച്ച് കളഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു: സഅദേ, നിന്റെ അഭിപ്രായം എന്താണ്? സഅദ് പറഞ്ഞു: ഞാനും എൻ്റെ ജനതയിൽപ്പെട്ട ഒരു അംഗമല്ലേ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: എങ്കിൽ നിന്റെ ജനതയെ ഒന്ന് വിളിച്ചു കൂട്ടൂ.
സഅദ് റളിയല്ലാഹു അൻഹു അൻസാരികളെ വിളിച്ചു കൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രസംഗിച്ചു, അൻസാരികളെ, നിങ്ങളെക്കുറിച്ച് ഞാൻ പലതും പറഞ്ഞു കേൾക്കുന്നു. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് വല്ല ആക്ഷേപവുമുണ്ടോ? ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ നിങ്ങൾ വഴികേടിൽ അലയുന്നവരായിരുന്നില്ലേ? അനന്തരം അള്ളാഹു നിങ്ങളെ സന്മാർഗികളാക്കിയില്ലേ? നിങ്ങളന്ന് ദരിദ്രരായിരുന്നു, പിന്നീട് അവൻ നിങ്ങളെ സമ്പന്നരാക്കി. നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ അവൻ രമ്യതയിലാക്കി തന്നു. അവർ പറഞ്ഞു, അതേ, അല്ലാഹുവും അവൻ്റെ ദൂതനും ഞങ്ങൾക്ക് അതിയായ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലേ? അതെ, അതെ, അവർ ഒന്നായി വിളിച്ചു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, സ്വന്തം ജനതയാൽ നിഷേധിക്കപ്പെട്ട, കൈവെടിയപ്പെട്ട, ദരിദ്രനും നിലാരംബനുമായിരുന്ന ഞാൻ, അനന്തരം നിങ്ങൾ എന്നെ വിശ്വസിച്ചു, അഭയം നൽകി സമ്പന്നനാക്കി തീർത്തു. ഇത് നിങ്ങൾ ചെയ്ത സേവനം തന്നെയാണ്. അൻസാരികളെ, ഒട്ടകങ്ങളും ആടുകളും മറ്റുള്ളവർ നേടട്ടെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനെയും കൊണ്ടാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. നിങ്ങൾക്കത് പോരെ? അള്ളാഹുവാണ് സത്യം. ഹിജ്റ എന്നൊന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളിൽ ഒരുവനാകുമായിരുന്നു. ജനങ്ങൾ വ്യത്യസ്ത മാർഗത്തിലൂടെ പ്രവേശിക്കുമ്പോൾ ഞാൻ എന്നും അൻസാരികളുടെ മാർഗത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അള്ളാഹുവേ, നീ അൻസാരികൾക്കും അവരുടെ സന്തതികൾക്കും അനുഗ്രഹം വർഷിക്കണമേ. അൻസാരികൾ ഒന്നടങ്കം പൊട്ടിക്കരഞ്ഞു. കൂടെ സഅദും കരയാൻ തുടങ്ങി. അവരുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനെ മാത്രം മതി, സമ്പത്ത് വേണ്ടവർ അത് എടുത്തുകൊള്ളട്ടെ എന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി, അങ്ങയുടെ കൂട്ടുകാരൻ അബൂബക്കർ ഞങ്ങളോട് അങ്ങയേക്കാൾ സ്നേഹമുള്ളവനായിരുന്നു. ഇന്ന് അങ്ങയുടെ സാമീപ്യം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ശാന്തനായി മറുപടി പറഞ്ഞു, എങ്കിൽ സഅദിൻ്റെ അഭിഷ്ടമനുസരിച്ച് എവിടെ വേണമെങ്കിലും മാറി താമസിക്കാം. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാൻ അങ്ങയേക്കാൾ ഉത്തമനായവൻ്റെ സാമീപ്യം സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. സഅദ് റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് യാത്ര തിരിച്ചു. വഴിമധ്യേ ഹൂറാൻ എന്ന സ്ഥലത്ത് വെച്ച് ഹിജ്റ 15-ാം വർഷം ഉത്തമനായ തൻ്റെ നാഥൻ്റെ സാമീപ്യം സ്വീകരിക്കുകയും ചെയ്തു. അള്ളാഹു മഹാനോടൊപ്പം നാം ഏവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.